Hi and welcome to the new video. So from this video onwards, we'll be discussing about DC distribution calculations. അതായത് DC distributionൽ എങ്ങനെയാണ് ഓരോ വാല്യൂസ് ഇപ്പോൾ സേ വോൾട്ടേജ് ഡ്രോപ്പ് കറണ്ട് ഡ്രോൺ ഓരോ സെക്ഷനിലത്തെ കറണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് അങ്ങനത്തെ ഏറ്റവും മിനിമം വോൾട്ടേജ് ഡ്രോപ്പ് എവിടെ വരുന്നത് ഇങ്ങനത്തെ ഓരോ കാൽക്കുലേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ ലെക്ചറിൽ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടാകുന്ന ടൈപ്സ് ഓഫ് DC ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു. ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് വൺ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് at the center and even the ring distributor. ഇപ്പം ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ബേസ് മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി വരും. അതായത് ഡിസ്ട്രിബ്യൂട്ടർ മേ ഹാവ് കോൺസെൻട്രേറ്റഡ് ലോഡിങ്, യൂണിഫോം ലോഡിങ്, ദെൻ ബോത്ത് കോൺസെൻട്രേറ്റഡ് ആൻഡ് യൂണിഫോം ലോഡിങ്. ഇപ്പോൾ ഇങ്ങനെയും കൂടിയും ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. കോൺസെൻട്രേറ്റഡ് ആയിട്ട് ലോഡിങ് വരാം, യൂണിഫോം ആയിട്ട് വരാം, പിന്നെ രണ്ടിൻ്റെയും മിക്സ് ആയിട്ട് അല്ലെങ്കിൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ട്. ഇപ്പോൾ ഇതെന്താണെന്നുള്ളതാണ് ആദ്യം ഒന്ന് പറയുന്നത്. Concentrated loads are those which act on particular points of the distributor. So concentrated load എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പോയിന്റുകളിലായിട്ട് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന അതായത് ഡിഫറെൻറ്റ് പോയിന്റുകളിൽ ആക്ട് ചെയ്യുന്ന കറണ്ടാണ്. അതിന് വേറെ സ്പെഷ്യൽ ഇതൊന്നുമില്ല. അതായത് മാഗ്നിറ്റ്യൂഡ് സെയിം ആവണമെന്നോ ഡിസ്റ്റൻസ് സെയിം ആവണമെന്നോ അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഡിഫറെൻറ്റ് പോയിന്റുകളിലായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡുകളാണ് കോൺസെൻട്രേറ്റ് ലോഡ്. അത് നമ്മൾ നോർമലി പറയുന്ന ലോഡ്. കോമൺ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ദാറ്റ് ഈസ് ടാപ്ഡ് ഓഫ് ഫോർ ഡൊമസ്റ്റിക് യൂസ്. സാധാരണ ഡൊമസ്റ്റിക് യൂസിന് ടാപ്പ് ഓഫ് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഡി സി ആണ് പറയുന്നത്, എ സി അല്ല, ഡി സി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സ് ആർ ദോസ് വിച്ച് ആക്ട് യൂണിഫോംലി ഓൺ ഓൾ പോയിന്റ്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും ഒരേപോലെ അതിൻ്റെ വാല്യൂ കാണിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. ഒരു എന്താ പറയുക സെയിം ഡിസ്റ്റൻസുകളിലാണ് അത് ഉണ്ടാവുക. ആ വരുന്ന കറണ്ട് ഇപ്പോൾ ഒരു 1 മീറ്റർ ഡിസ്റ്റൻസുകളിലായിരിക്കും ടാപ്പ് ചെയ്തിട്ടുണ്ടാവുക. ആ ടാപ്പ് ചെയ്തിട്ടുള്ള കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേ ഐഡിയലി അങ്ങനത്തെ ഒരു ലോഡൊന്നും ഇല്ല. എന്നാലും നമുക്ക് നിയറസ്റ്റ് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. എന്താ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ലോഡ് ഈസ് എ ലാർജ് നമ്പർ ഓഫ് ലോഡ്സ് ഓഫ് സെയിം വോൾട്ടേജ് കണക്റ്റഡ് ടു ദ ഡിസ്ട്രിബ്യൂട്ടർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പക്ഷേ ഒരു 50 വാട്ടിൻ്റെ ലോഡുകൾ തന്നെ സിമിലർ ഡിസ്റ്റൻസുകളിൽ ഇപ്പോൾ 1 മീറ്റർ ഡിസ്റ്റൻസുകൾ കണക്ട് ചെയ്ത് വെച്ചേക്കാണ് ഒരേ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്നുള്ള രീതിയിൽ പറയാം. ആൻഡ് ഇൻ DC ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേഷൻ വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ ഓൺ ദ ഡിസ്ട്രിബ്യൂട്ടർ. സോ എവിടെയാണ് മിനിമം പൊട്ടൻഷ്യൽ വരുന്നത് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ and the point where it occurs depends upon the loading conditions and the method of feeding the distributor. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഏത് ടൈപ്പ് ലോഡിംഗ് ആണെന്നുള്ളത്, ഇപ്പോൾ കോൺസെൻട്രേറ്റർ ആണോ, യൂണിഫോം ആണോ, അതോ മിക്സ് ആണോ, പ്ലസ് ഫീഡിങ് ഒരു സൈഡിൽ നിന്ന് ഫീഡിംഗ് ആണോ, രണ്ട് സൈഡാണോ, റിംഗ് ആണോ എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എവിടെയാണ് മിനിമം പൊട്ടൻഷ്യൽ വരുന്നതെന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് സോ ഡിസൈൻ ദാറ്റ് ദ മിനിമം പൊട്ടൻഷ്യൽ ഓൺ ഇറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ 6% ഓഫ് ദ റേറ്റഡ് വോൾട്ടേജ് at the consumers terminals. അപ്പോൾ നമ്മളുടെ ഒരു പ്രകാരം 6%-നും ചോടെ പോകാൻ പാടില്ല. റേറ്റഡ് വോൾട്ടേജിൻ്റെ 6%-നും ചോടെ പോകാൻ പാടില്ല. അതായത് ഇപ്പോൾ റേറ്റഡ് വോൾട്ടേജ് 220 വോൾട്ട് ആണെങ്കിൽ 220 × 6/100 ചെയ്താൽ നമുക്ക് 6% കിട്ടും. 220ൽ നിന്ന് ആ 6% കുറഞ്ഞ അത്ര വരെ ഇത് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഡിറ്റർമിനേഷൻ ഓഫ് പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ. പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യലും ആ മിനിമം വാല്യൂം, ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിലെ ഓരോ ടൈപ്പുകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിലെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് DC ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് 1N ഓർ സിംഗ്ലി ഫെഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് വിത്ത് കോൺസെൻട്രേറ്റഡ് ലോഡിംഗ്. കോൺസെൻട്രേറ്റഡ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നോർമൽ കേസാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം തന്നിട്ട് അത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടാവുക. അതിൽ ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കാം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. സംഭവം വളരെ സിമ്പിളാണ്. നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഫിഗർ ഒന്നും തന്നിട്ടുണ്ടാവില്ല, ഡയഗ്രം തന്നിട്ടുണ്ടാവില്ല ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ, നമുക്ക് വരയ്ക്കേണ്ടി വരും. അപ്പോൾ വായിച്ച് വരയ്ക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അതിൽ സിംഗ്ലി ഫെഡ് ആണ്. അപ്പോൾ ഒരു പോയിന്റിൽ മാത്രം ഫീഡ് ചെയ്യുന്ന രീതിയിലാവും പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ലോഡുകൾ എന്തൊക്കെയാണ്, വാല്യൂ ഓഫ് കറണ്ട് എവിടേക്കാണ്, എത്ര ഡിസ്റ്റൻസുകളിലാണെന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ AB എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത് വരുന്നത്, ഡിസ്ട്രിബ്യൂട്ടഡ്. A ആണ് ഈ എൻഡ്. ഓക്കെ, സോ ദിസ് A, ഈ എൻഡ് എന്ന് പറയുന്നത് B. AB ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ. അത് ഫീഡ് ചെയ്യുന്നത് എവിടെയാണ്, A എന്നുള്ള പോയിന്റിൽ മാത്രമേ. സോ സിംഗ്ലി ഫെഡ് ആണ്. ഇനി ഇതിൽ ഡിഫറെൻറ്റ് പോയിന്റുകളിൽ കറണ്ട് എടുത്തിട്ടുണ്ട്. I1, I2, I3, I4 എന്ന് പറഞ്ഞിട്ട് CDEF. ഈ പോയിന്റുകളിലാണ് അറ്റ് ഡിസ്റ്റൻസസ് R1, ദെൻ അതായത് എയിൽ നിന്ന് R1, സിയിൽ നിന്ന് R2, അങ്ങനെ ഓരോ ഡിസ്റ്റൻസുകൾ. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റ് ആണ്, കറണ്ടുകളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ നമ്മുടെ ഒരു അറേഞ്ച്മെൻറ്റ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് അതായത് അടിയിൽ എഴുതിയിട്ടുണ്ട് R1, R2, R3 ആൻഡ് R4
ഇത് റെസിസ്റ്റൻസസ് ഓഫ് ബോത്ത് വയേഴ്സ്, അതും കൂടിയാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്. അത് ചില കേസിൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ, ബോത്ത് വയേഴ്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ കേസിലും ബോത്ത് വയേഴ്സ് എന്നുള്ള രീതിയിലാവണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സിംഗിൾ ലൈൻ ഡയഗ്രം ആണ്. നമുക്കറിയാം ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും, ഒരു ഗോ ആൻഡ് റിട്ടേൺ എന്താ കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. അത് റെസിസ്റ്റൻസ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ് വരിക. സിംഗിൾ ആണോ ഡബിൾ ആണോ തന്നിട്ടുള്ളത് എന്നുള്ളത് ഓഫ് ദ സെക്ഷൻസ്. അപ്പോൾ സെക്ഷൻസിൻ്റെ എന്താ റെസിസ്റ്റൻസുകളാണ് അവിടെ തന്നിട്ടുള്ളത്. ഇതേപോലെ ഇത് റെസിസ്റ്റൻസുകളാണ്. ഇതേപോലെ ഇതിൻ്റെ ഡിസ്റ്റൻസുകളും തരും. ചിലപ്പോൾ എന്ത് തന്നിട്ടുണ്ടാവും, ഇപ്പോൾ ഇവിടെ സേ ഡിസ്റ്റൻസുകൾ L1, L2, L3, L4 എന്നുള്ള രീതിയിൽ അതും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കേസിൽ തന്നിട്ടില്ല എന്നുള്ളൂ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയുന്നുള്ളൂ. പ്രോബ്ലം വരുമ്പോൾ നമുക്കത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് മനസ്സിലാക്കാം. സോ ദ കറണ്ട് ഫെഡ് ഫ്രം പോയിന്റ്, ഇനിയൊന്നുമില്ല, ഈ ഇങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കറണ്ട് മൊത്തം എഴുതി വരാൻ പറ്റും. ഇത് I4 ആണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവാൻ പോകുന്ന കറണ്ട് എന്ത് തന്നെയാണ്, I4 തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടാൻ പോകുന്നത് അല്ലേ. ഇനിയുള്ള ഓരോ സെക്ഷനിലെ കറണ്ടുകൾ എഴുതാൻ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഈ സെക്ഷനിലെ കറണ്ട് എന്താ വരുന്നത്, I4 ആണ് വരാൻ പോകുന്നത് അല്ലേ. ഈ ഒരു സെക്ഷനിലത്തെ കറണ്ട് വരുമ്പോൾ എന്താ, ഇങ്ങോട്ട് I4ഉം ഇങ്ങോട്ട് I3 ഉണ്ട്. അപ്പോൾ അതിൻ്റെ സമ്മാണ് വരിക. അപ്പോൾ എന്ത് വരും, I3 പ്ലസ് I4 ആണ് ഇവിടുത്തെ കറണ്ട് വരിക. ഇനിയിപ്പോൾ ഇവിടേക്ക് വരുമ്പോഴോ ഒരെണ്ണം കൂടി കൂടുതൽ വരും, I2 വരും. സോ എന്ത് വരും, I2 പ്ലസ് I3 പ്ലസ് I4 ആണ് വരിക. ഇനി ഇങ്ങോട്ട് എത്തുമ്പോൾ എന്താ, I1 കൂടി വരും. അല്ലെങ്കിൽ ഇവിടെ ടോട്ടൽ കറണ്ടാണ് വരാൻ പോകുന്നത്, I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 എന്നുള്ള രീതിയിലാണ് വരുമ്പോൾ. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ മാർക്കേണ്ടത്. അപ്പോൾ അതിവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഇതെല്ലാറ്റിലും എഴുതുന്ന നിർബന്ധമൊന്നുമില്ല, മാർക്ക് ചെയ്താലും മതി, എഴുതണമെങ്കിൽ എഴുതാം. സോ കറണ്ട് ഫെഡ് ഫ്രം പോയിന്റ് എ, ഇവിടുന്ന് ഫീഡ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4, അതാണ് ഈ സെക്ഷനിലെ AC എന്നുള്ള സെക്ഷനിലെ. അതുപോലെ CD ഓരോ സെക്ഷനിലെയും എടുത്ത് എഴുതിയെന്ന് മാത്രം. ഇനി വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനിലെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ കറണ്ട് അറിയാം, ഇൻറ്റു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടി. സോ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ AC ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 ഇൻറ്റു R1, അത് എഴുതി. അടുത്തതിലെ R2 ഇൻറ്റു, അത് ജസ്റ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല, നമ്മളത് കണ്ടുപിടിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. സേ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേറെ വഴിയും അറിയാം, എന്താ R ഈക്വൽ ടു റോ L ബൈ A എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടി വരാം. ചില സമയങ്ങളിൽ റോ തന്നിട്ടുണ്ടായിരിക്കും. ഇനി ലെങ്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്കത് വേണമെങ്കിൽ 1 മീറ്ററിൻ്റെ കണ്ടുപിടിച്ചിട്ട് 1 മീറ്ററിൻ്റെ എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ ലെങ്ത്തുകൾ മീറ്റേഴ്സിലാണ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു മീറ്ററിൻ്റെ കണ്ടുപിടിച്ച് നമ്മളൊക്കെ അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ R കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിപ്പോൾ R ഓഫ് കണ്ടക്ടർ എന്നുള്ള രീതിയിലാണ്. ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ വരുമ്പോൾ നമ്മൾ എന്തുകൂടി ചെയ്യേണ്ടി വരും, *2 ചെയ്യേണ്ടി വരും ചില കേസിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ലൈൻ ഡയഗ്രം ആണല്ലോ, 2 കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ *2 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്. പിന്നെ എല്ലാം മീറ്ററിലേക്ക് ആക്കി ചെയ്യുന്നതാണ് നല്ലത്. റോ എന്ന് പറയുന്നത് എന്താ ഓം മീറ്ററിലേക്കും ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയറിലേക്കും ആക്കുന്നതാണ് കൺവീനിയൻറ്റ്. എല്ലാം മീറ്ററിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഈ ഒരു കേസിൽ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം എന്താ, AC എന്നുള്ള സെക്ഷനിലെ പ്ലസ് CD എന്നുള്ള സെക്ഷനിലെ പ്ലസ് DE എന്നുള്ള സെക്ഷനിലെ പ്ലസ് EF എന്നുള്ള സെക്ഷനിലെ, അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. ഇത് ജസ്റ്റ് ഒരു എന്താ ബേസിക് ഒരു ഐഡിയ കിട്ടുക എന്നുള്ള രീതിയിൽ പറഞ്ഞോളൂ. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A 2-wire DC distributor cable 2 km long and supplies is 2 km long and supplies load of 100 ampere, 150 ampere, 200 ampere, 50 ampere situated at 500 meter, 1000 meter, 1600 meter and 2000 meter from the feeding point A. ഇപ്പോൾ എന്താ 2 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് ഡിസ്ട്രിബ്യൂട്ടർ, അതിനെ AB എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ ഒരു വര വരയ്ക്കുക, AB അത് വരയ്ക്കുക. ഇനി ഇത് പറഞ്ഞിട്ടുണ്ട് എന്താ, 100 ആംബിയർ, 150, 200, 50 ആംബിയർ ഡിഫറെൻറ്റ് പോയിന്റുകളിൽ. ഇപ്പോൾ 500 മീറ്ററിൽ 1000, 1600, 2000 എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ എക്സ്ട്രീം എൻഡിലും ഉണ്ട് ഫീഡിങ് പോയിന്റ് A. ഇത് വെച്ചിട്ട് നമുക്കൊരു ഫിഗർ സുഖമായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഇനി എളുപ്പമുള്ള കാര്യമാണ്. ആദ്യം തന്നെ AB എന്നുള്ള ലൈൻ വരയ്ക്കുക. ഓരോ മീറ്ററുകൾ 500 മീറ്ററിൽ 100, അടുത്തത് 1000 ആണ് പറഞ്ഞിട്ടുള്ളത്. അത് Aയിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 500 എടുത്തുകൊണ്ട് 1000 ആവാൻ അടുത്തത് 500.
അടുത്തത് 150 ആണ് പറഞ്ഞിട്ടുള്ളത്, 150 വരച്ചു. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് 1600, ഓൾറെഡി 1000 ആയി. സോ 600 മീറ്ററിൽ 200 ആംപിയർ വരയ്ക്കാം. അടുത്ത് പറയാം 2000 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം ലെങ്ത് 2 കിലോമീറ്റർ, 2000 മീറ്ററിന് 2 കിലോമീറ്റർ മൊത്തം. അവസാനം ബിയിലാണ് അടുത്ത ടാപ്പിംഗ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഡയഗ്രാം വരിക. അപ്പം ഇത് നമുക്ക് സുഖമായിട്ട് വരയ്ക്കാൻ പറ്റിയ കാര്യമാണ്. ഇതിൽ നിന്ന് ആദ്യം തന്നെ ഇനി ആ കറണ്ട് ബാക്കിലോട്ട് ഇതാക്കി വരയ്ക്കാമല്ലോ. ഇത് 50 ആണെങ്കിൽ ഇതെന്ത് വരും 50. ഇപ്പം ഇവിടെ എന്ത് വരും, ഇവിടെ 15, ഇത് 200 ആണ്. സോ 250, ഇവിടെ 250 വരും. ഇത് 250, ഇത് 150 ആണ്. ഇപ്പോൾ ഇവിടെ എന്ത് വരും 400. ഇത് 400ഉം 100ഉം ആണ്. ഇത് എന്ത് വരും 500. അപ്പം അത് നമുക്ക് അവിടെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന, മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പം അത് ആദ്യം തന്നെ ചെയ്തേക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താ, ഈച്ച് കണ്ടക്ടർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 0.01 ഓം പെർ 1000 മീറ്റർ. പെർ 1000 മീറ്റർ, അതായത് പെർ കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഈച്ച് കണ്ടക്ടറിന്റെ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ. ആൻഡ് കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് ഈച്ച് ലോഡ് പോയിന്റ്. ഓരോ ലോഡ് പോയിന്റുകളെയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ സെക്ഷനിലെ ഡ്രോപ്പ് അല്ല. അപ്പോൾ സിയിലത്തെ, ഡിയിലത്തെ, ഇയിലത്തെ, ബിയിലത്തെ വോൾട്ടേജുകളാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 300 വോൾട്ട് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് പോയിന്റ് എ. പോയിന്റ് എയിൽ കൊടുക്കുന്നത് 300 വോൾട്ട് ആണ് തന്നത്. അപ്പോൾ അത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താ, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ ആണ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ അല്ലേ, ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട് 0.01 ഓം പെർ 1000 മീറ്റർ എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈക്വൽ ടു എന്തെന്ന് പറയാം, ഡിവൈഡ് ബൈ 1000 വരും. അപ്പോൾ 10⁻⁻5 ഓം അത്രയാണ് പെർ മീറ്റർ വരാൻ പോകുന്നത്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് ആ വരുന്നത്. വൺ കണ്ടക്ടറിന്റെ, സിംഗിൾ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് ഇത്ര വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ അല്ലേ. അപ്പോൾ therefore നമുക്ക് വേണ്ട എന്താ, റെസിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ. റെസിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ അതിന് വേണമെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്റർ ആർ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. റെസിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് വരും, 2 into 10⁻⁻5 ഓം. അത് പെർ മീറ്റർ ആണ്, പെർ മീറ്റർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം ബൈ 1000 അവിടെ ഓൾറെഡി എടുത്തു. ഇപ്പോൾ എന്താ പറയുക 10⁻⁻5 അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ വരുന്നത്. അപ്പോൾ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പം ഇനി ഒന്നുമില്ല, ഓരോ സെക്ഷൻ്റെയും റെസിസ്റ്റൻസുകൾ കാണുകയാണ്. ഓക്കെ. ഇനി നമ്മൾ ഓരോ സെക്ഷൻ്റെയും റെസിസ്റ്റൻസുകൾ, ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആണ് ഇല്ലാത്തത്, അപ്പോൾ അത് എഴുതി വയ്ക്കാം. റെസിസ്റ്റൻസ് ഓഫ് ഓരോ സെക്ഷൻ. സോ റെസിസ്റ്റൻസ് ഓഫ് സെക്ഷൻ, ആദ്യത്തെ സെക്ഷൻ എ സി അല്ലേ, സെക്ഷൻ എ സി. അതിന് വേണമെങ്കിൽ ഞാൻ ആർ എ സി എന്ന് വിളിക്കുന്നു വിചാരിക്കുക. ആർ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് കിട്ടാൻ നമുക്ക് പെർ മീറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്, അത് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, സോ ആർ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ് 500, ആർ ഇൻറ്റു 500 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 10⁻⁻5 ഇൻറ്റു 500 ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ എത്ര കിട്ടുക, 0.01 ഓം എന്നാണ് കിട്ടുക. ഇനി ഇതേപോലെ ഓരോ സെക്ഷനിലെയും കാണുക എന്നുള്ളതാണ്. അടുത്ത സെക്ഷൻ സി ഡി ആണ്. ഇപ്പോൾ ആർ സി ഡി ഈക്വൽ ടു എന്ത് തന്നെ വരും, ആർ ഇൻറ്റു 500 തന്നെയാണ് ആ കേസിലും. 500 തന്നെയാണ് അടുത്ത ഇതിൻ്റെയും ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതെന്ത് തന്നെയാണ് വരിക, സെയിം തന്നെയാണ് വരിക, 0.01 ഓം തന്നെ അതും കിട്ടും. ഇനി അടുത്ത സെക്ഷൻ ഡി ഇ ആണ്, റെസിസ്റ്റൻസ് ഓഫ് സെക്ഷൻ ഡി ഇ. ഓക്കെ. സോ ഡി എന്നുള്ള സെക്ഷൻ്റെ ആർ ഡി ഇ വരും. ആർ ഡി ഇ ഈക്വൽ ടു, അപ്പോൾ അത് ആർ ഇൻറ്റു അവിടുത്തെ ലെങ്ത് എത്രയാണ്, 600 മീറ്റർ ആണ്, ഇൻറ്റു 600 വരും. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.012 ഓം എന്നാണ് കിട്ടുക. ഞാൻ അവിടെ എഴുതുന്നില്ല, സിമ്പിളാണ്. ഇനി അടുത്ത ലാസ്റ്റ് സെക്ഷൻ റെസിസ്റ്റൻസ് ഓഫ് സെക്ഷൻ ഇ ബി, അതിനെ നമുക്ക് ആർ ഇ ബി എന്ന് വിളിക്കാം. സോ ആർ ഇ ബി എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു അതിൻ്റെ ലെങ്ത് വരുന്നത് 400 മീറ്റർ ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.008 ഓം എന്ന് വരും.
അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ സെക്ഷൻ്റെയും എന്ത് കിട്ടി, റെസിസ്റ്റൻസ് കിട്ടി. പിന്നെ ഓൾറെഡി നമുക്ക് അവിടെ കറണ്ടുകളുണ്ട്, അതിന് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിന് മുകളിൽ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള രീതിയിലാണെങ്കിലും മതി. ഇനി വേണം എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. അടുത്ത് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റിലെയും ഡ്രോപ്പുകളാണ്. അപ്പോൾ ആ രീതിക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ഓരോ സെക്ഷനിലെയും കറണ്ടുകൾ ഏതാ, IAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് നമ്മൾ 500 ആംപിയർ. ഫിഗറിൽ നോക്കി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ICD കിട്ടിയിട്ടുള്ളത് 400 ആംപിയർ. അടുത്തത് IDE കിട്ടിയിട്ടുള്ളത് 250 ആംപിയർ. അതേപോലെ ലാസ്റ്റത്തെ സെക്ഷൻ IEB കിട്ടിയിട്ടുള്ളത് 50 ആംപിയർ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡ്രോപ്പ് ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട്. അപ്പോൾ ഓരോ റെസിസ്റ്റൻസുകൾ RAC കറസ്പോണ്ടിങ് കറണ്ട്, അപ്പോൾ അതവിടെ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അത്രയാണ് മീൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ളതാണ്. ഓരോ പോയിന്റിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസുകളാണ്. ഓരോ പോയിന്റുകളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. പൊട്ടൻഷ്യൽ, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് ഈച്ച് ലോഡ് പോയിന്റ്. ഈച്ച് ലോഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് സിയിലത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ, ഡിയിലത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ, ഇയിലത്തെ എന്താ, ബിയിലത്തെ എന്താ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിലത്തെയാണ് കിട്ടേണ്ടത്. അപ്പോൾ VC ആണ് എനിക്ക് കിട്ടുന്നത്. VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്തത് 300 ആണ്. അതിൽ നിന്ന് ഈ ഒരു സെക്ഷൻ്റെ ഡ്രോപ്പ് കുറച്ചാൽ മതി അല്ലേ. സോ VA മൈനസ് IAC ഇൻറ്റു RAC ചെയ്താൽ എനിക്ക് ഈ വോൾട്ടേജ് ഇവിടുത്തെ കിട്ടി. ഞാൻ അടുത്തത് ഇവിടുന്ന് ഡിയിലത്തെയാണ് കിട്ടേണ്ടതെങ്കിൽ എന്താ, ഈ ഒരു പോയിന്റിലത്തെ നമുക്ക് അറിയണ്ടാവും ഏത് പോയിന്റിലത്തെ. ഇപ്പോൾ ഓൾറെഡി VC കണ്ടുപിടിച്ചു. അപ്പോൾ VCയിൽ നിന്ന് ഈ ഡ്രോപ്പ് കുറച്ചാൽ മതി. സോ VC മൈനസ് ICD ഇൻറ്റു RCD ചെയ്താൽ മതി. അതേപോലെ അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പോയിന്റിലെയും എന്ത് കിട്ടും, വാല്യൂസ് കിട്ടും. അപ്പോൾ അത്രയും ഇവിടെ ചെയ്യുന്നുള്ളൂ. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഫസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് at load point C. ഫസ്റ്റത്തെ പോയിന്റ് C ആണ്. ഓക്കെ, ഇപ്പോൾ അത് ഞാൻ വെറുതെ VC എന്ന് മാർക്ക് ചെയ്യുന്നു. സോ VC ഈക്വൽ ടു ഇപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ പ്രകാരം എന്താ വരിക, VA അല്ലേ, വോൾട്ടേജ് അറ്റ് A മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് അറ്റ് ആദ്യത്തെ സെക്ഷൻ എന്താ IAC ഇൻറ്റു RAC എന്നുള്ള രീതിയിൽ വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു 300 ആണ് അവിടുത്തെ നമ്മുടെ VA എന്ന് പറയുന്നത്. IAC എത്ര ഇവിടെ കാണാം നമുക്ക്, 500 ആണ്. ഇൻറ്റു RACയുടെ വാല്യൂ നമുക്ക് അവിടെ കാണാം 0.01 ആണ്. അപ്പോൾ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എത്ര കിട്ടും, 295 വോൾട്ട് എന്ന് കിട്ടും. ഇനി ഇതേപോലെ ഓരോ ഇതിലേയും കാണുകയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് C കഴിഞ്ഞ് കഴിഞ്ഞാൽ D ആണ്. D കാണുമ്പോൾ നമ്മളുടെ അവിടെ തൊട്ട് മുന്നേ നിൽക്കുന്നത് ഇപ്പോൾ ഏതാ, VC ആണ്. VCയിൽ നിന്ന് അടുത്ത സെക്ഷൻ്റെ കുറയ്ക്കണം. ഏതാ, ICD ഇൻറ്റു RCD. ഓക്കെ, ICD ഇൻറ്റു RCD. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 295 മൈനസ് അടുത്തതിൻ്റെ കറണ്ട് എത്രയാണ്, 400 ഇൻറ്റു അതിൻ്റെയും സെയിം തന്നെയാണ് റെസിസ്റ്റൻസ്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 291 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി ഇതേപോലെ അറ്റ് ഇയിലെ വരുമ്പോൾ VE ഈക്വൽ ടു എന്ത് വരും, തൊട്ട് മുന്നത്തെ VD മൈനസ് IDE ഇൻറ്റു RDE. VD മൈനസ് IDE ഇൻറ്റു RDE. സോ 291 മൈനസ് 0 മൈനസ് അടുത്ത കറണ്ട് 250 ഇൻറ്റു 0.012 വിച്ച് വിൽ ബി ഈക്വൽ ടു 288 വോൾട്ട് എന്ന് വരും. ഇനി ലാസ്റ്റത്തെ ഏറ്റവും എക്സ്ട്രീം എൻഡിലെ ഏതാ, അറ്റ് B, ദാറ്റ് ഈസ് VB ഈസ് ഈക്വൽ ടു തൊട്ട് മുന്നത്തെ VE മൈനസ് IEB REB. സോ ദിസ് ഈസ് 288 മൈനസ് 50 ആണ് കറണ്ട് ലാസ്റ്റത്തെ ഇൻറ്റു 0.008 ആണ് റെസിസ്റ്റൻസ്. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു 287.6 വോൾട്ട്. സോ ഇത്രയാണ് ഇതിൽ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് വരാം, സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് വരാം. A two-wire DC distributor AB is 300 meters long. It is fed at point A. The various loads and their positions are given below. ഒരു AB ആണ്. ഇപ്പോൾ AB എന്നുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഇത് ക്വസ്റ്റിനിൽ തന്നിട്ടില്ല, അത് നമ്മൾ വരയ്ക്കണം. ഞാൻ ഇവിടെ ഓൾറെഡി വരച്ച് എടുക്കുന്നു മാത്രമേ ഉള്ളൂ. സോ AB എന്നുള്ള ഒരു ലൈൻ ആദ്യം വരയ്ക്കുക. ക്വസ്റ്റിന് അനുസരിച്ച് വരച്ച് പോവുക. ഇനി നമുക്കിതിൽ CDEF എന്ന് പറഞ്ഞ 4 പോയിന്റുകളുണ്ട്. അപ്പോൾ എയിലും അല്ല ബിയിലും അല്ല, അതിൻ്റെ ഇടയിലായിട്ട് 4 പോയിന്റുകളുണ്ട്. അതിന് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. മൊത്തം 300 ആണ്. അതിനെയാണ് സ്പ്ലിറ്റ് ആക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും മിനിമം ആണ് എന്തായാലും 40. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് ഒരെണ്ണം അവിടെ 30 ആംപിയർ. സോ 30 ആംപിയർ വരയ്ക്കുക. ഇനി 100ലാണ്. ഇപ്പോൾ 100 ഇവിടുന്ന് ഡിസ്റ്റൻസ് ഫ്രം A ആണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഓൾറെഡി 40 വന്നു. ഇപ്പോൾ 60 എടുക്കുമ്പോഴാണ് അടുത്തത് 60 മീറ്റർ ആണ് ഉണ്ടാവുക. 60 മീറ്ററിൽ എത്ര വരയ്ക്കുക,
40 ആംബിയർ വരയ്ക്കുക. ഇനി 150 ആണ്. അപ്പോൾ നിൽക്കുന്നിടത്ത് 100 ആയിട്ടുണ്ട്, ഒരു 50 കഴിഞ്ഞിട്ട്. സോ 50 മീറ്ററിൽ 100 ആംബിയർ വരയ്ക്കുക. അടുത്ത 250ലാണ്, 250 ആണ്, ഓൾറെഡി 150 ആണ്, ഒരു 100 മീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ആംബിയർ കാണിക്കുക? 50 ആംബിയർ. ഇപ്പോൾ ഇതിൽ എക്സ്ട്രീം എൻഡിലേക്ക് ഇല്ല, അതാണ് എൻ്റെ വ്യത്യാസം. കഴിഞ്ഞാൽ നമ്മളെ ബിയിൽ ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനനുസരിച്ച് എന്താ നോക്കുക? ഇഫ് ദ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് is not to exceed 10 volt, if the maximum permissible voltage drop is not to exceed 10 volt, find the cross sectional area of the distributor. Take rho equal to 1.78 into 10 raised to minus 8 ohm meter. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ ആണ് കാണേണ്ടത്. അപ്പോൾ ഏരിയ ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായാലും അപ്പോൾ എന്ത് കാണേണ്ടി വരും? റെസിസ്റ്റൻസ് കാണേണ്ടി വരും. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റെസിസ്റ്റൻസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആർ ഈക്വൽ ടു റോയൽ ബൈ എ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് ഇവിടെ വരേണ്ടത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഡിസ്ട്രിബ്യൂട്ടർ എടുക്കുമ്പോൾ നമ്മൾ 2 കണ്ടക്ടർ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഏരിയ കാണുന്ന സമയത്ത് ആ റെസിസ്റ്റൻസ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഹാഫ് എടുത്തിട്ട് വേണ്ടി വരും ചെയ്യാൻ. അതാണ് അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. വേറെ ഒന്നും വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം വെച്ചിട്ടുള്ള രീതിയിലാണല്ലോ കാണുന്നത്. അപ്പോൾ നമ്മൾ 2 എണ്ണത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം തന്നിട്ടുണ്ട്, എന്താ? വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് നോട്ട് ടു എക്സീഡ് 10 വോൾട്ട്. അപ്പോൾ ഒന്നുമില്ല, മൊത്തം വോൾട്ടേജ് ഡ്രോപ്പ് ആണ് നമ്മളിവിടെ കാണേണ്ടത്. ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് കാണുക, എല്ലാ സെക്ഷനിലെയും ഡ്രോപ്പുകൾ കണ്ട് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ത് ഇടാം? 10 എന്ന് ഇടാം. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ഈ ഫിഗർ വരയ്ക്കുന്നു. ഇനി അതിൻ്റെ ബേസിൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചില അസംഷൻസ് നമ്മൾ എന്തായാലും എടുക്കേണ്ടി വരും. ഇത് ശരിക്കും ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള അല്ല, ആൻസറിൻ്റെ ബേസിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുക, സപ്പോസ് റെസിസ്റ്റൻസ് തന്നിട്ടില്ല. അപ്പോൾ അത് നമ്മളവിടെ അസ്യൂം ചെയ്യണം. അപ്പോൾ അതാണ് കണ്ടുപിടിക്കാൻ. സപ്പോസ് ദി resistance of distributor is R ohm per meter എന്നുള്ള രീതിയിൽ എടുക്കുക. R ohms ആണ് റെസിസ്റ്റൻസ്, പെർ മീറ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ വാരിയസ് സെക്ഷൻസിന്റെ റെസിസ്റ്റൻസ് എഴുതാം അല്ലേ? സോ then the resistances of various sections of distributor ആണ് ഉദ്ദേശിക്കുന്നത്. various sections of distributor are, ഇനി ഓരോ സെക്ഷനിലെ എഴുതാൻ വളരെ എളുപ്പമാണ്. സെക്ഷനുകൾ ഏതൊക്കെയാണ് എടുക്കുന്നത്? ഇവിടുത്തെ AC, CD, DE, EF അല്ലേ? ഈ ഓരോ സെക്ഷനുകൾ ഇപ്പം ഇത്രയും മതി, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ആവശ്യമില്ല. അപ്പോൾ അത്രയും സെക്ഷനിലെ റെസിസ്റ്റൻസ് കാണാൻ എന്താ? പെർ മീറ്ററിൻ്റെ R ഉണ്ട്, മീറ്റർ അറിയാം, ഇൻറ്റു ജസ്റ്റ് മീറ്റർ ഇൻറ്റു R എന്ന് എഴുതിയാൽ മതി. ഇത് 40 M വരും, 60 M വരും, 50 M വരും, 100 M വരും. അത്ര തന്നെയുള്ളൂ, വേറെ ഒന്നും എഴുതാനില്ല. അപ്പോൾ അത് ജസ്റ്റ് ആ പേരുകൾ എടുത്തിട്ട് എഴുതണമെന്ന് മാത്രം. സോ ഹിയർ RAC അല്ലേ? ആദ്യത്തെ RAC ഈക്വൽ ടു എന്തെന്ന് വരും? 40 R, അത്രയും ഓം വരും. ഇനി അതേപോലെ അടുത്തത് RCD ഈക്വൽ ടു അടുത്ത ഡിസ്റ്റൻസ് ഇത്ര 60, സോ 60 R, അത്രയും ഓം. നെക്സ്റ്റ് RDEയുടെ ഡിസ്റ്റൻസ് 50, സോ ദാറ്റ് വിൽ ബി 50 R, അത്രയും ഓം. നെക്സ്റ്റ് ലാസ്റ്റത്തെ REF ഈക്വൽ ടു എന്ത് വരും? 100 ആണ്, 100 R ഓം. ഇത്രയേ ഉള്ളൂ. ഇനി FB എഴുതുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരു കറണ്ടും ഡ്രോപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അത് എഴുതുന്നില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇതേപോലെ ഇവിടെ കറണ്ടുകൾ ഓൾറെഡി ഇത് നേരത്തെ പറഞ്ഞ പോലെ മെത്തേഡിലാണ് ഇവിടെയും ട്രേസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കിത് 50, 100, 40, 30 എന്നാണ് അറിയുന്നത്. അപ്പോൾ അത് പ്രകാരം നമുക്കിത് എഴുതാമല്ലോ. ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് 50 ആയിരിക്കും, ഇത് 50, 100 ആണെങ്കിൽ ഇത് 150, 115, 40 ആണെങ്കിൽ ഇത് 190, 190, 30 ആണെങ്കിൽ 220. ആ ഒരു രീതിക്ക് അവിടെ മാർക്ക് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് എടുത്ത് എഴുതണമെങ്കിൽ നമുക്കിവിടെ എഴുതാം, നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ എഴുതാം. ഓരോ കേസിൽ IAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 ആംപിയർ ആണ്. അതേപോലെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അടിയിൽ എഴുതാം. ICD അവിടെ കിടക്കുന്ന എത്രയാണ്? 190 ആംപിയർ ആണ്. നെക്സ്റ്റ് കിട്ടുന്നത് IDE ഈക്വൽ ടു കാണാം എത്രയാണ്? 150 ആംപിയർ. ഇതൊക്കെ നമുക്ക് ആദ്യം ചെയ്ത് വെച്ച് എഴുതാൻ താഴത്തേക്ക് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് മനസ്സിലാക്കാൻ എഴുതുന്നുള്ളൂ. IEF ഇസ് ഈക്വൽ ടു 50 ആംപിയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് പ്രകാരം എന്താണ്?
ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് 10 എന്നുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ അത് ആദ്യം എന്ത് കാണും? ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് കാണും. സോ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ ദ ഡിസ്ട്രിബ്യൂട്ടർ. സോ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ ദ ഡിസ്ട്രിബ്യൂട്ടർ കാണുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഈക്വൽ ടു എന്താ? ഓരോ സെക്ഷൻ്റെയും ജസ്റ്റ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് ജസ്റ്റ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇത് വരും IAC ഇൻറ്റു RAC പ്ലസ് അടുത്തത് ICD ഇൻറ്റു RCD പ്ലസ് IDE ഇൻറ്റു RDE പ്ലസ് ലാസ്റ്റ് സെക്ഷൻ IEF ഇൻറ്റു REF. ഇപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്താ അറിയാം? കറണ്ടുകളും അറിയാം, എന്തും അറിയാം, ഈ വാല്യൂസും അറിയാം, റെസിസ്റ്റൻസ് വാല്യൂസും അറിയാം. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരിക 32700 R എന്ന് വരും. കാരണം R എല്ലാറ്റിലും കോമൺ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്ര കിട്ടുക. ഇനി നമുക്കറിയാം എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, as the maximum permissible voltage drop തന്നിട്ടുണ്ടല്ലോ. maximum permissible drop in the distributor is 10 volt. ഇതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 10 വോൾട്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് അത് ചുമ്മാ ഇക്വേറ്റ് ചെയ്യാം. എന്ന് എഴുതാം, 10 is equal to 32700 R എന്ന് എഴുതാം അല്ലേ? സോ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? R കണ്ടുപിടിച്ചിട്ട് therefore R will be equal to റെസിസ്റ്റൻസ് എന്തെന്നാ വരിക? സോ ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്തെന്ന് വരും? ജസ്റ്റ് നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3.058 ഇൻറ്റു 10⁻⁻4 ഓം. ഇതാണ് എന്ത് കിട്ടുക? റെസിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ എന്തായിരിക്കും? /2 ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ശരിക്കും നമ്മുടെ ഇക്വേഷൻ ഇതാണ്, എന്താ R ഈക്വൽ ടു ρL/A. ഓക്കെ, ഈ കേസിൽ ഈ R എന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താണ്? R/2 ആണ് വരിക എന്ന് മാത്രം. കാരണം ഇതിൻ്റെയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു അർത്ഥം. ആ ഒരു കാര്യം മാത്രം ഇവിടെ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ഏരിയ ഈക്വൽ ടു ρL/ക്യാപിറ്റൽ R ആണ്. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ r/2. ആ ഒരു കാര്യം മാത്രം ഇവിടെ ശ്രദ്ധിക്കേണ്ടുള്ളൂ. therefore ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഈക്വൽ ടു എന്ത് വരും? ρL/R/2 എന്ന് എഴുതേണ്ടി വരും. സോ റോ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എന്താ? 1.78 ഇൻറ്റു 10⁻⁻8 അത്രയും ഓം മീറ്റർ ആണ്. ഇൻറ്റു ലെങ്ത് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലാം പെർ മീറ്റർ ആണ്. അപ്പോൾ 1 തന്നെ എടുക്കുക. R/2 ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളതിൻ്റെ /2. സോ 3.058 ഇൻറ്റു 10⁻⁻4 /2 വരും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1.164 ഇൻറ്റു 10⁻⁻4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ വേണമെങ്കിൽ എഴുതാം 1.164 ഇൻറ്റു 164 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് വരാം. തേർഡ് എക്സാമ്പിൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്, ചെറിയ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ മാത്രം. സോ 2 tram cars A and B. ട്രാം കാർസ് ആണ്. ട്രാം കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് കാർ ആണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മേലെ കൂടെയാണ് ഒരു എന്ത് വരുന്നത്? സപ്ലൈ വരുന്നത്. അതേപോലെ അതിൻ്റെ റിട്ടേൺ പാത്ത് അതിൻ്റെ റെയിലാണ്. അപ്പോൾ ആ രണ്ടാണ്. ഇവിടെ നേരത്തെ പോലെ സിംഗിൾ ലൈൻ ഡയഗ്രം വരച്ച് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ എന്താ പറയുക, സെയിം കണ്ടക്ടറും അതിൻ്റെ റെസിസ്റ്റൻസും ഒരേപോലെ അല്ല വരിക. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. 2 tram cars A and B 2 kilometer and 6 kilometer away from a substation. ഇപ്പോൾ ഒരു സബ്സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിന് 2 കിലോമീറ്ററും 6 കിലോമീറ്ററും അവേ ആയിട്ട്. അപ്പോൾ അതാണ് ഇവിടെ സിമ്പിളായിട്ട് വരച്ച ഒരു സബ്സ്റ്റേഷൻ വെറുതെ ഒരു ബോക്സ് ആയിട്ട് കാണിച്ചു. അവിടെ നിന്ന് ഒരു A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റും B എന്ന് പറഞ്ഞിട്ടുള്ളതും ആയിട്ട് 2 കാറുകൾ എന്ന രീതിയിൽ ഒന്ന് 2 കിലോമീറ്റർ, മറ്റേത് 6 ആണ്. അപ്പോൾ 2 ഓൾറെഡി വന്നു +4 എന്നുള്ള രീതിയിൽ വരച്ച് കാണിച്ചു. ഓക്കെ, substation return 40 ampere and 20 ampere respectively to the rails.
റിട്ടേൺ ടു ദ റെയിൽസ് ആണ് പറയുന്നത്. അതായത് ആ കറണ്ട് പോകുന്നത് തിരിച്ചു പോകുന്നത് നെഗറ്റീവ് എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പോൾ എത്രയാ 40 ആംപിയറും 20 ആംപിയറും എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. അപ്പോൾ ഇത് ഇത്ര സംഭവം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കാരണം നമ്മളുടെ ഈ ട്രാം കാർ എന്ന് പറയുന്നത് അതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് അതിൻ്റെ ഇന്ന് മേലെന്നാണ് വരുന്നത്, ഈ മേലത്തെ കണ്ടക്ടറിൽ നിന്നാണ് ഇന്ന് വരുന്നത്. പക്ഷെ ഔട്ട് പോകുന്ന അതിൻ്റെ ഏത് വഴിയാണ്, അത് പോകുന്ന റെയിൽ വഴിയാണ് ഔട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റെസിസ്റ്റൻസ് എന്താവണം എന്നില്ല, സെയിം ആവണം എന്നില്ല. അത് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. സബ്സ്റ്റേഷൻ വോൾട്ടേജ് 600 വോൾട്ട്, അതവിടെ മാർക്ക് ചെയ്തു. റെസിസ്റ്റൻസ് ഓഫ് ദ ട്രോളി വയർ, ഈ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രോളി വയർ എന്ന് പറയുന്നത്. ട്രോളി വയർ മേലത്തെ. സോ ട്രോളി വയറിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.25 ഓം പെർ കിലോമീറ്റർ ആണ്. ആൻഡ് ദാറ്റ് ഓഫ് ട്രാക്ക്, താഴത്തെയാണ് നമ്മുടെ എന്ത് വരുന്നത്, ട്രാക്ക് വരുന്നത്. സോ ഈ ട്രാക്കിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.03 ഓം പെർ കിലോമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് ട്രാം കാർ, ഓരോ ട്രാം കാറിന്റെ അക്രോസിലെ വോൾട്ടേജ് കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സിമ്പിൾ ആണ്. പിന്നെ ഇവിടെ എല്ലാം കിലോമീറ്ററിൽ തന്നെയാണ് തന്നിട്ടുള്ള ഡിസ്റ്റൻസ്, അതുകൊണ്ട് ഈ ഓം പെർ കിലോമീറ്ററിനെ മാറ്റണം എന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പെർ മീറ്ററിലേക്ക് ആക്കിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടുത്തെ എളുപ്പത്തിന് അത് മാറ്റണം നിർബന്ധം പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. മീറ്ററിലേക്ക് ആക്കുകയാണെങ്കിൽ എല്ലാ മീറ്ററിലേക്ക് ആക്കേണ്ടി വരും. ഇത് 2000 മീറ്ററിനും ഇത് 4000 മീറ്ററിനും എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ നിർബന്ധമില്ല. അപ്പോൾ എല്ലാം ഡിഫറെൻറ്റ് യൂണിറ്റുകളാണ് അപ്പുറത്തും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കോമൺ ആയിട്ട് മീറ്ററിലേക്ക് ആക്കി ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇവിടെ നമുക്ക് ട്രോളി വയറിൻ്റെ റെസിസ്റ്റൻസ് അറിയാം, ട്രാക്കിൻ്റെയും അറിയാം. അപ്പോൾ നമുക്ക് മൊത്തം രണ്ടിൻ്റെയും കൂടിയിട്ട് ആദ്യം തന്നെ എഴുതുക. എന്താ, resistance of trolley wire and track, രണ്ടും കൂടിയിട്ടുള്ളത്. ട്രോളി വയർ ആൻഡ് ട്രാക്ക് എന്ത് ചെയ്യുക, രണ്ടും ആഡ് ചെയ്താൽ മതി. എത്രയൊക്കെയാണ്, 0.25 പ്ലസ് 0.03 ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 0.28, അത്രയും ഓം പെർ കിലോമീറ്റർ ആണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് സ്മോൾ ആർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് പിന്നെ ഇവിടെ ഓരോ കാര്യങ്ങളും കൂടി മാർക്ക് ചെയ്യാൻ പറ്റുന്ന കറണ്ടുകളാണ്. ഇത് 20 ആണെങ്കിൽ ഇത് 20 ആണ്, ഇത് 40 ആണെങ്കിൽ എന്താ 20 + 40 60 വരും. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓരോ പോയിന്റുകളിലത്തെ കറണ്ട് എന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ ഇത് എസ് എന്നാണ് ഇട്ടിട്ടുള്ളത്, എസ് എയിൽ അത് വേണമെങ്കിൽ ഇവിടെ എഴുതി വയ്ക്കാം. ISA എന്ന് പറയുന്നത് കറണ്ട് ഇൻ സെക്ഷൻ ISA എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത് 60 ആംപിയർ ആണ്. അതേപോലെ എന്താ IAB എന്ന് പറയുന്നത് 20 ആംപിയർ ആണ്. ഓക്കെ, ഇനി ഓരോ സെക്ഷനിലെയും ഡ്രോപ്പുകൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ഈ ഒരു പോയിന്റിലത്തെയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ, കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് ട്രാം കാർ ആണ്. അപ്പോൾ നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിട്ട് വോൾട്ടേജ് അക്രോസ് ട്രാം കാർ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, വോൾട്ടേജ് അക്രോസ് ട്രാം കാർ എ എന്ത് വരും, ടോട്ടൽ മുറയ്ക്ക് വന്നിട്ട് സബ്സ്റ്റേഷനിലുള്ള വോൾട്ടേജ് മൈനസ് ഇതിൻ്റെ ഡ്രോപ്പ് എടുത്താൽ മതിയില്ലേ, അത്ര അവിടെ ചെയ്യേണ്ടുള്ളൂ. അതായത് VS മൈനസ് എന്ത് വരും, ഇവിടുത്തെ ഡ്രോപ്പ് VS മൈനസ് അവിടുത്തെ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടി വരിക, ISA ഇൻറ്റു RSA ചെയ്യേണ്ടി വരും. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ RSA എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടില്ല, എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എഴുതി വയ്ക്കാം. RSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്നത്, R ഇൻറ്റു എത്രയാണ് 2 കിലോമീറ്റർ 2 വരും. അതേപോലെ ഇവിടെ അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ട്, RAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ R ഇൻറ്റു 4 വരും. കാരണം നമുക്ക് റെസിസ്റ്റൻസ് പറഞ്ഞാൽ പെർ കിലോമീറ്റർ ആണ്. അപ്പോൾ അത് ജസ്റ്റ് മൾട്ടിപ്ലൈ, അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഈക്വൽ ടു എന്ത് വരും, നമുക്ക് 600 വോൾട്ട് ആണ് അവിടുത്തെ വരുന്നത്, മൈനസ് കറണ്ട് എത്രയാ, നമ്മളുടെ കറണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ 60 ആണ്. സോ 60 ഇൻറ്റു ഈ വാല്യൂ R ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 0.28 ഇൻറ്റു 2 0.28 ഇൻറ്റു 2. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എത്ര വരും, 566.4 വോൾട്ട് അതാണ് വരിക. ഇതേപോലെ നമുക്ക് അടുത്തതും കാണാം. ഏതാ, വോൾട്ടേജ് അക്രോസ് ട്രാം കാർ ബി. ട്രാം കാർ ബി കാണുമ്പോൾ VAയിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. VA മൈനസ് IAB ഇൻറ്റു RAB ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എത്രയിൽ നിന്നാണ് കൊടുക്കേണ്ടത്, നമ്മൾ 566.4 അതിൻ്റെ
ഡ്രോപ്പ് എടുക്കാമെന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ കറണ്ട് 20 ഇൻറ്റു 0.28 ഇൻറ്റു 4 വരും അല്ലെ. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും 544 വോൾട്ട്. ഇത്രയേ ഉള്ളൂ. അത് വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് വയറുകൾ ഡിഫറെൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് അതിലുണ്ടായിരുന്നുള്ളൂ. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ എ 2-wire DC distributor is shown in figure. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ട്, എല്ലാത്തിനും തരാറില്ല, ഇതിൽ തന്നിട്ടുണ്ട്. The cross-sectional area of each conductor is 0.27 centimeter square. The end A is supplied at 250 volt. Resistivity of the wires is rho equal to 1.78 mu ohm centimeter. Calculate current in each section of the conductor. The two core resistance of each section. വോൾട്ടേജ് അറ്റ് ഈച്ച് ടാപ്പിംഗ് പോയിന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതിപ്പോൾ എല്ലാം, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, എല്ലാം സെന്റിമീറ്റർ സ്ക്വയറിലാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് മീറ്ററിലേക്ക് മാറ്റി ചെയ്യുന്നതായിരിക്കും കൺവീനിയൻറ്റ്. അപ്പോൾ എല്ലാം ആദ്യം തന്നെ മീറ്ററിലേക്ക് ആക്കി മാറ്റി വയ്ക്കുക. പിന്നെ എൻഡിലത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ടുകളിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ, കറണ്ട് ഇൻ ഈച്ച് സെക്ഷൻ ആണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇത് അത് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇത് 20 ആണെങ്കിൽ ഇതെന്ത് വരും, 20 ആംപിയർ വരും. ഇവിടെ 15ഉം 20 ഉണ്ടെങ്കിൽ ഇത് എത്ര വരും, 35 ആംപിയർ വരും. ഇപ്പോൾ ഇവിടെ എത്രയാ, 35ഉം 12ഉം ആണെങ്കിൽ എത്ര വരും, 47 വരും. അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന കാര്യം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ അങ്ങനെ തന്നെ കണ്ടുപിടിക്കാം. പിന്നെ അടുത്തത് ദ ടു കോർ റെസിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിട്ട്. റെസിസ്റ്റൻസ് കാണാനും എളുപ്പമാണ്. എന്താ, R ഈക്വൽ ടു റോയൽ ബൈ A ചെയ്താണ്. ടു കോർ റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് സെക്ഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഡിസ്റ്റൻസ് കൊണ്ട്. പിന്നെ ലാസ്റ്റ് വോൾട്ടേജ് അറ്റ് ഈച്ച് ടാപ്പിംഗ് പോയിന്റ്, അത് നേരത്തെ ചെയ്തായിരുന്ന പോലെ തൊട്ട് മുന്നത്തെ പോയിന്റ് മൈനസ് ഡ്രോപ്പുകൾ ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിലേക്ക് വരാം. അപ്പോൾ അവിടെ തന്നിട്ടുള്ള ഡാറ്റ വേണമെങ്കിൽ അതിന് തന്നെ എഴുതി വെക്കാം. സോ തന്നിട്ടുള്ള ഡാറ്റ എന്താ, ഒന്ന് VA തന്നിട്ടുണ്ട്, അത് വെറുതെ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. ഈക്വൽ ടു 250 വോൾട്ട് ആണ്. പിന്നെ തന്നിട്ടുള്ളത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. A ഈക്വൽ ടു എത്ര തന്നിട്ടുള്ളത്, 0.27 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇൻറ്റു 10⁻⁻4 മീറ്റർ സ്ക്വയർ ആണ് വരിക. പിന്നെ റോ തന്നിട്ടുള്ളത് 1.78 മ്യൂ ഓം സെന്റിമീറ്റർ ആണ്. അപ്പോൾ മ്യൂവിൻ്റെ 10⁻6ഉം വരും, മറ്റേ സെന്റിമീറ്ററിന് 10⁻2 വരും. അപ്പോൾ ഇത്രയും 10⁻8 മീറ്റർ ആണ് വരിക. ഇത്രയാണെങ്കിലും നമുക്ക് ആദ്യം തന്നെ എഴുതി വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ. ഇനി കറണ്ടുകളാണ്, അത് ഡയറക്റ്റ് അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് എഴുതാം ഓരോ സെക്ഷനിലെയും കറണ്ടുകൾ. ഓക്കെ, കറണ്ട്സ് ഇൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് അത് എഴുതി വെക്കണം, എന്നാലാണ് കാര്യമുള്ളൂ. കറണ്ട്സ് ഇൻ വാരിയസ് സെക്ഷൻസ് ആർ. അപ്പോൾ ജസ്റ്റ് ഓരോന്ന് എഴുതുന്നത് മാത്രമല്ല, ഞാൻ ഇനി സെക്ഷൻ AB എന്നൊന്നും എഴുതുന്നില്ല, അത് നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ എഴുതിക്കോളൂ. സോ IAB ഫസ്റ്റ് IAB എന്നുള്ള സെക്ഷനിൽ എത്ര കിട്ടിയിട്ടുള്ളത്, 47 ആംപിയർ. അതേപോലെ IBC ഈക്വൽ ടു 35 ആംപിയർ. ICD ഈക്വൽ ടു 20 ആംപിയർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാണാൻ പറഞ്ഞിട്ടുള്ള എന്താ, ടു കോർ റെസിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സിംഗിൾ കോർ റെസിസ്റ്റൻസ് കാണുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ടു കോർ റെസിസ്റ്റൻസ് കാണാം. ടു കോർ റെസിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ പെർ മീറ്റർ ആണ് കാണുന്നത് വിചാരിക്കുക. അതിനെ ഞാൻ R എന്ന് വിളിക്കുന്നു എന്ന് വിചാരിക്കുക. R ഈക്വൽ ടു എന്ന് എഴുതാം, 2 ഇൻറ്റു റോയൽ ബൈ A എന്നാണ് നമ്മൾ എഴുതേണ്ടത്. 2 ഇൻറ്റു റോയൽ ബൈ A അല്ലേ. സോ ഇവിടുത്തെ കേസിൽ എന്ത് വരും, 2 ഇൻറ്റു റോ എന്ന് പറഞ്ഞാൽ 1.78 ഇൻറ്റു 10⁻⁻8 ഇൻറ്റു ലെങ്ത് ഞാൻ 1 മീറ്റർ ആണ് എടുക്കുന്നത്. 1 ഡിവൈഡ് ബൈ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.27 ഇൻറ്റു 10⁻⁴ അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ റെസിസ്റ്റൻസ് കിട്ടും. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു എന്തെന്നാ വരിക, 6.592 ഇൻറ്റു 10⁻⁴ ഓം കിട്ടും.
ഇത്രയാണ് പെർ മീറ്ററിൻ്റെ. അപ്പം ഇനി ഓരോ സെക്ഷൻ്റെ അല്ല നമ്മളോട് അവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓരോ സെക്ഷൻ്റെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് എന്താ മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസസ് various sections. ഓരോ സെക്ഷൻ്റെയും റെസിസ്റ്റൻസ് നമ്മളവിടെ എടുത്തെഴുതാണ്. അപ്പോൾ ഓരോ സെക്ഷൻ്റെയും റെസിസ്റ്റൻസ് എടുത്തെഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളുടെ ഓരോ സെക്ഷൻ്റെയും ഡിസ്റ്റൻസുകൾ അറിയാം. അപ്പോൾ അത് പ്രകാരം എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ 75, 100, 50, 75, 100, 50 ആണ് നമ്മുടെ ഡിസ്റ്റൻസുകൾ. അത് പ്രകാരം എഴുതുന്നത് മാത്രം 75, 100, 50. അപ്പോൾ അത് ഞാൻ ഈ പേര് മാത്രമേ എഴുതുന്നുള്ളൂ, അല്ലാണ്ട് ഏത് സെക്ഷൻ ഒന്നും എടുത്തെഴുതുന്നില്ല. സോ RAB ഈക്വൽ ടു എന്ത് വരും, ഈ 75R വരും അല്ലേ. അതേപോലെ ഇതെന്താന്നുള്ളത് എഴുതുക. അടുത്തത് RBC ആണ്. RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തതിൻ്റെ ലെങ്ത് എത്രയായിരുന്നു, 100 ആയിരുന്നു. അത് 100R വരും. ലാസ്റ്റത്തെ RCD ആണ്. RCD എന്ന് പറഞ്ഞാൽ എത്രയാ, അതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു 50 അല്ലേ, 150. സോ 50R എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അത് ജസ്റ്റ് എഴുതാൻ മാത്രം. സോ 50R ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RAB കിട്ടുക 0.0988 എന്ന് കിട്ടും. 0.0988 ഓം. അടുത്തത് RBC വരിക 0.132 ഓം വരും. ലാസ്റ്റത്തെ 0.0659 ഓം എന്ന് കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അവിടെ കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ തേർഡ് ക്വസ്റ്റ്യൻ വോൾട്ടേജ് ഡ്രോപ്പ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അല്ല, വോൾട്ടേജ് അല്ല പറഞ്ഞത്, വോൾട്ടേജ് അറ്റ് ടാപ്പിംഗ് പോയിന്റ് ബി. അതിന് നമ്മൾ VB എന്ന് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നേരത്തെ ചെയ്താർന്ന പോലെയാണ്. ബി എന്നുള്ള പോയിന്റ് കിട്ടാൻ ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇതിന്റെ ഡ്രോപ്പ്. അടുത്തത് വരിക C ആണ്. C വരുമ്പോൾ VB മൈനസ് ഇതിന്റെ ഡ്രോപ്പ്. ആ രീതിക്കാണ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു എന്താ, VA മൈനസ് ഡ്രോപ്പ്, VA മൈനസ് എന്താ IAB ഇൻറ്റു RAB. അത്രയേ ഉള്ളൂ. അപ്പോൾ IAB നമുക്കറിയാം, RAB നമുക്കറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 250 മൈനസ് 47 ആണ് കറണ്ട് ഇൻറ്റു 0.0988 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ 0.99 എന്നുള്ള രീതിയിൽ എടുക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 245.35 വോൾട്ട് എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത പോയിന്റുകളത്തെ കാണാം. VC അറ്റ് പോയിന്റ് C. VC ഈക്വൽ ടു എന്ത് വരും, VB മൈനസ് എന്നുള്ള രീതിയിലും VB മൈനസ് BC ഇൻറ്റു RBC വരും. അതേപോലെ നമുക്ക് പോയിന്റ് ഡിയിലത്തെയും കാണാം. ദാറ്റ് ഈസ് VD വിൽ ബി ഈക്വൽ ടു VC മൈനസ് ICD ഇൻറ്റു RCD എന്നുള്ള രീതിയിൽ വരും. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കിട്ടുക 240, അതിനോട് ചെയ്യുന്നില്ല, 240.73 വോൾട്ട് എന്ന് കിട്ടും. ആൻഡ് ലാസ്റ്റത്തെ 239.41 വോൾട്ട് എന്നുള്ള രീതിയിലും കിട്ടും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കാര്യം. ഒന്ന് വരയ്ക്കാനും ഐഡിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം.